ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് ചിക്കൻ അട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി അട്ടിപ്പത്തിരിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഫില്ലിങ്ങിനുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉള്ളി, വേവിച്ച് പൊരിച്ചിരിക്കുന്ന ചിക്കൻ, നമ്മുടെ മസാല നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരക പൗഡർ, കുരുമുളക് പൊടി. ഈ സമയത്ത് തന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാണ്. ഉപ്പ് നോക്കിയിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ മസാല ഇവിടെ റെഡിയായി. നമുക്കിനി അട്ടിപ്പത്തിരി ഉണ്ടാക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ചപ്പാത്തിയുടെ റെഡി ആയത്. ഞാനിവിടെ ചപ്പാത്തിയുടെ കുഴക്കുന്നത് ആർക്കും കാണിക്കാതിരുന്നത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ്. ഞാനിവിടെ അരക്കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടാണ് അങ്ങനത്തെ മെഷർമെൻറ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് അളവിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമുക്കിനി അട്ടിപ്പത്തിരി എങ്ങനെയാണ് ലെയറായിട്ട് വെക്കേണ്ടത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇതുപോലെ നെയ്യ് തടവിയിട്ട് ഫുള്ള് തടവി കൊടുക്കാം. ഇതുപോലെ തടവി കൊടുക്കുക. ഇതിലേക്ക് 4 മുട്ടയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ചപ്പാത്തി എടുത്ത് മുട്ടയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും നമുക്ക് ഇതിലേക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം.
ഇതിങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഓരോർക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇഷ്ടത്തിന് ആക്കി കൊടുക്കാം. ഞാനിവിടെ 8 ലെയറാണ് ആക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്ത ചപ്പാത്തിയും വെച്ച് കൊടുക്കാം. ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ചപ്പാത്തി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ലെയറൂടെ ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന മുട്ടയുടെ ബാലൻസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് എള്ളും കറുത്തള്ളും കൂടി നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ അട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുകൾ വശം കൂടി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം, കമത്തിയിട്ട് കൊടുക്കാം. അടിവശം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അടിവശം ഇതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാൻ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഏകദേശം ഇതുപോലെ ഉണ്ടാകും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.